നമസ്കാരം, രാകേഷ് ദ കൺസൾട്ടൻറ്റ്. ക്യാൻവയുടെ മറ്റൊരു ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് കൂടി സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ടെക്സ്റ്റ്, അതുപോലെ തന്നെ വർക്ക് ഏരിയ. ഇതിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് നേരെ ക്യാൻവയിലേക്ക് പോകാം. ഇതിന് മുൻപത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോഴാണ് നിങ്ങൾക്കൊരു കണ്ടിന്യൂറ്റി ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നമുക്ക് ക്യാൻവയിലേക്ക് പോവാം. നമ്മളുടെ കഴിഞ്ഞ വീഡിയോ നിർത്തിയിടത്തുനിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നമ്മൾ ക്യാൻവ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഹോം പേജിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ വിവിധ തരത്തിലുള്ള ഡിസൈനുകളെയും വിവിധ മേഖലകളെയും കുറിച്ച് ഇവിടുന്ന് പഠിച്ചു. മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ക്രിയേറ്റ് എ ഡിസൈൻ ഉള്ളത്. വാട്ട് യു ലൈക്ക് ടു ക്രിയേറ്റ്, ഇതാണ്. ഒരുപാട് പലതരത്തിലുള്ള ഡിസൈനുകൾ, അതിനെ സംബന്ധിച്ച് എത്തരത്തിലുള്ള സാധനങ്ങൾ വേണം എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ഡയലോഗ് ബോക്സ് വരുന്നുണ്ട്. അതിൽ നമുക്ക് ആവശ്യമുള്ളത് ഏത് തരത്തിലുള്ള ഡിസൈനാണോ വേണ്ടത് അതിന് നമുക്ക് ചൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോൻ്റെ അതേ തുടർച്ച തന്നെയാണ്. ക്രിയേറ്റ് എ ഡിസൈൻ. ഫോമിൽ വന്ന് വീണ്ടും നമ്മൾ ക്രിയേറ്റ് എ ഡിസൈൻ എന്ന് പറയുന്നു. അവിടെ നമുക്ക് നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞു, സോഷ്യൽ മീഡിയ വാട്സപ്പിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ ചെയ്തത്. അതിലേക്ക് നമുക്ക് വരാം. അതിന് മുൻപ് ഒരു ഡിസൈൻ നമ്മൾ സെലക്ട് ചെയ്താൽ അതിൻ്റെ ഇൻ്റർഫേസ് എങ്ങനെയാണ് വർക്ക് ഏരിയ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. വർക്ക് ഏരിയ എന്ന് പറയുന്നത് ലോഡായിട്ടുണ്ട്. അതെങ്ങനെയാണ്? ഒരു വൈറ്റ് ബ്ലാങ്ക് പേജാണ് നമ്മളൊരു ന്യൂ ഡിസൈൻ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരിക. അതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് പലതരത്തിലുള്ള റെക്കമെൻഡേഷൻസ് അഥവാ എന്താ പറയുക, നമ്മുടെ ടെംപ്ലേറ്റുകൾ ഇവിടെ കാണിക്കുന്നുണ്ടായിരിക്കും. നമുക്ക് എന്താണോ ചെയ്യേണ്ടത് അതിനെ ഒന്നുകിൽ നമുക്ക് ഇവിടെ വേണ്ട രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള വഴി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഏതെങ്കിലും ടെംപ്ലേറ്റ്സിനെ നമുക്ക് രൂപമാറ്റം വരുത്തിയിട്ട് നമ്മുടേതാക്കി മാറ്റാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ആഡ് പേജ് എന്നുള്ളത് ഇതുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ട വൈറ്റ് പേജിൻ്റെ ഒപ്പം തന്നെ അടുത്ത പേജ് കൂടി ആഡായി വരുന്നുണ്ടാവും. അതിലേക്ക് ആഡ് പേജ് വീണ്ടും നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആഡ് പേജ് വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു പേജ് ആഡ് ആവും. അതുപോലെ തന്നെ മുകളിലും ആഡ് പേജ് എന്നുള്ളതുണ്ട്. ഈ പേജ് നമുക്ക് വേണ്ട എങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഈ പേജും ഞാൻ ഡിലീറ്റ് ചെയ്ത് കാണിക്കുകയാണ്. ഡിസൈനിൽ വീണ്ടും ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു ഡിസൈൻ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഇതാണ് നമ്മുടെ പേജ്. ഈ പേജിനകത്ത് നിന്ന് നമുക്ക് വേണ്ട മാറ്റങ്ങൾ കൊണ്ടുവരാനും ഒക്കെ നമ്മൾ നേരത്തെ ടെക്സ്റ്റ് ആഡ് ചെയ്താൽ കൊണ്ട് നമ്മളവിടെ പഠിച്ചു. ഇനി ഇതിൻ്റെ വീണ്ടും ഒരു കോപ്പി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ ഇവിടെ കോപ്പി എന്ന ഡ്യൂപ്ലിക്കേറ്റ് പേജ് എന്നൊരു സാധനം, ഒരു ഐക്കൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കാവുന്നതാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ കാര്യത്തിൻ്റെ നമുക്കതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താം. നമ്മൾ ടെക്സ്റ്റ് ബേസ് ചെയ്ത് കൊണ്ടിട്ടുള്ള കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ച് വാട്സപ്പ് സ്റ്റാറ്റസിനെ കുറിച്ചായിരുന്നു പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പോൾ വീണ്ടും ഞാൻ ആ ടെക്സ്റ്റിലേക്ക് തന്നെ വരികയാണ്. ഇപ്പോൾ ഞാൻ പുതിയൊരു ഡിസൈൻ എടുത്തിട്ടുണ്ട്. ആ ഡിസൈനിൻ്റെ ഇത് ഫേസ്ബുക്ക് പോസ്റ്റ് ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ്, റെഡ് മോഡേൺ മെറി ക്രിസ്മസ് ഫേസ്ബുക്ക് പോസ്റ്റ്. അതാണ് നമ്മുടെ പേജ്. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പേജാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. മെറി ക്രിസ്മസ്, വിഷിംഗ് യു എ ജോയ് ആൻഡ് ഹാപ്പിനെസ് ദിസ് ഹോളിഡേ സീസൺ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിതിൽ ഈ ടെക്സ്റ്റ് ഒന്ന് സെലക്ഷൻ ചെയ്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഒക്കെ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു, എങ്ങനെ ചേഞ്ച് വരുത്താം എന്നുള്ളത്. ഇന്ന് നമ്മൾ കൂടുതലായും മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ടെക്സ്റ്റിനെ എങ്ങനെ മാറ്റാം എന്നുള്ളത് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ക്രിസ്മസ് എന്നുള്ളതാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ക്രിസ്മസിൻ്റെ ഇവിടെ ഇതാണ് ഇതിൻ്റെ ഫോണ്ട്, ബെർക്ക്ഷയർ സ്വാഷ് എന്നുള്ളത്. നമ്മളതൊന്ന് മാറ്റി കൊടുക്കാം. ഇവിടെ ഫോണ്ടിലേക്ക് വരുമ്പോൾ ഒരുപാട് സ്റ്റൈലുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ബെർക്ക്ഷയർ സ്വാഷ് എന്നുള്ളത് നമ്മൾ ഫോണ്ട് സ്റ്റൈൽ മാറ്റുമ്പോൾ നമ്മുടെ അവിടുത്തെ ഫോണ്ട് സ്റ്റൈല് മാറുന്നുണ്ട്. കണ്ടോ? ഈ
ബോക്സിനകത്ത് കൊള്ളാത്തതാണ്, ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിനകത്ത് സ്പേസ് കൊള്ളുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ലെറ്റർ താഴെ പോകും, അല്ലെങ്കിൽ ഹൈഡ് ആവും. നമ്മളത് വലുപ്പത്തിനനുസരിച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. മൂവ്മെൻറ്റിലൂടെ ഞാനത് ശരിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇങ്ങനെ ആണ് ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഞാനത് വീണ്ടും പഴയ പോലെ തന്നെ അണ്ടു അടിച്ചിട്ട് ആക്കുകയാണ്. നമുക്ക് വ്യത്യാസം അറിയുന്നതിന് വേണ്ടി ഞാനിത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി കൂടി എടുക്കുകയാണ്. മെറി ക്രിസ്മസ് എന്നുള്ളത് നമ്മൾ ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ പോകുന്നു. ഇങ്ങനെ ഒരു ഫോണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മെറി എന്നുള്ളതും നമ്മൾ മാറ്റാണ്. ഗ്രേറ്റ് വൈബ്സ് എന്നുള്ളതാണ് നമ്മൾ ക്രിസ്മസിൻ്റെ ഇതാക്കിയത്. മെറിയും നമ്മൾ എന്താക്കണു, ഗ്രേറ്റ് വൈബ്സ് ആക്കാൻ പോവുകയാണ്. ഗ്രേറ്റ് വൈബ്സ് ആക്കി. അപ്പം മെറി ക്രിസ്മസ് എന്നുള്ളത് ആയിക്കഴിഞ്ഞു. വിഷിംഗ് യു എ ജോയ് ആൻഡ് ഹാപ്പിനെസ് ദിസ് ഹോളിഡേ സീസൺ, ഇതും നമ്മൾ മാറ്റാൻ പോവുകയാണ്. അതും നമ്മൾ എന്ത് ചെയ്തു, ഒരേ ഫോണ്ടിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ ഈ ഫോണ്ട് നമ്മൾ കാണുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. കണ്ടോ, ഈ മുകളിൽ കാണിച്ചിട്ടുള്ള ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള ആദ്യത്തെ ഡിസൈൻ. അതിൽ നിന്നും ടോട്ടലി ഡിഫറൻ്റ് ആക്കിയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം കാണാൻ കഴിയുന്നുണ്ടായിരിക്കും. ഇനി അതിൽ നമ്മൾ ഈ WW എന്നുള്ള സാധനം ആ അഡ്രസ്സ് മാറ്റിയിട്ട് നമുക്ക് ഞാനതിൽ രാകേഷ് ദ കൺസൾട്ടൻറ്റ് എന്നാക്കി മാറ്റുകയാണ്. രാകേഷ് ദ കൺസൾട്ടൻറ്റ് അങ്ങനെ ആക്കി മാറ്റി. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ സെലക്ഷൻ ലോഡായിട്ടുണ്ട്. പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സെലക്ഷൻ നമുക്ക് ഒഴിവാകും. ഇനി ഈ ക്രിസ്മസ് എന്നുള്ളതിൻ്റെ കളറ് നമുക്കൊന്ന്, ഇത് ഓൾറെഡി ഒരു തീമിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റൈല് മാറ്റുകയാണ് ആണെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ സ്റ്റൈല് നമ്മൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റൈല് ലോഡാവുന്നുണ്ട്, കളർ കോമ്പിനേഷൻ മാറുന്നുണ്ട്. നമ്മളിതിൻ്റെ സ്റ്റൈല് മാറ്റി കൊടുത്തു. അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്, ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളറ് തീം അതിൽ അപ്ലൈ ആയി കഴിഞ്ഞു. ഇതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് മാറിക്കഴിഞ്ഞു, ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് മാറി. അങ്ങനെ ടോട്ടലി ആ കളർ തീം എന്താണോ അതിനനുസരിച്ചിട്ട് നമ്മുടെ കാര്യങ്ങളിൽ മാറ്റം വരുന്നുണ്ട്. ഞാനത് വീണ്ടും അണ്ടു അടിച്ചിട്ട് പഴയ പോലെ തന്നെ ആക്കിയിട്ടുണ്ട്. ഈ മെറി ക്രിസ്മസ് എന്നുള്ളതിൻ്റെ ഫോണ്ട് കളറ് നമുക്കൊന്ന് മാറ്റി നോക്കാം. അതിനായിട്ട് ഇവിടെ ഈ ടെക്സ്റ്റ് കളർ എന്നുള്ള എന്നുള്ളതിൽ കാണുന്ന ടെക്സ്റ്റ് കളറിൻ്റെ താഴെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കവിടെ ഇപ്പുറത്തൊരു ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. കളർ എന്നുള്ളതിൽ റെഡ് വൈറ്റ് ഒക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി വൈറ്റിലാണ് ഇരിക്കുന്നത്. നമുക്ക് വ്യത്യാസം അറിയുന്നതിന് വേണ്ടി ഞാനത് ഗ്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ബ്ലാക്കിലേക്ക് മാറ്റി കഴിഞ്ഞു. ഇനി നമുക്കത് മറ്റുള്ള ഡീഫോൾട്ട് കളറുകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് കളറാണ് വേണ്ടത് അത് നമുക്ക് മാറ്റി കൊടുക്കാം. കളർ ചേഞ്ച് ആവുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ബ്ലൂ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് അത് ഇവിടെ നിന്ന് ഒരു വേറൊരു കളർ, ഇതിലൊന്നുമില്ലാത്ത തരത്തിൽ നമുക്ക് ഒരു കളർ ഷെയ്ഡുകളോ മറ്റോ ആക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതാ വയലറ്റിൻ്റെ വേറൊരു ഷെയ്ഡും അതിൻ്റെ തന്നെ വേറൊരു ഡാർക്ക് ഷെയ്ഡും ഒക്കെ ഞാൻ ഇവിടെ ചേഞ്ച് ചെയ്ത് കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഞാനതിപ്പോൾ വീണ്ടും റെഡിലേക്ക് മാറ്റുകയാണ്. കണ്ടോ, റെഡിൽ നിന്ന് ഒരു ബ്ലാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാണ് ആക്ച്വലി ഇവിടെ സംഭവിക്കുന്ന മാറ്റം. സെലക്ട് ചെയ്യുക, ടെക്സ്റ്റ് കളർ സെലക്ട് ചെയ്യുക, ടെക്സ്റ്റ് കളർ സെലക്ട് ചെയ്യുക, വൈറ്റ് വീണ്ടും വൈറ്റ് തന്നെ ആക്കി. ഇതിന് ചെറുതായിട്ടൊരു എഫക്റ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ചെറുതായിട്ടുള്ളൊരു എഫക്റ്റ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ എഫക്റ്റുകൾക്ക് നമ്മൾ പോകുമ്പോൾ ഈ എഫക്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഷാഡോ കൊടുത്തിട്ട് ഒരു ചെറിയൊരു ഷാഡോ നമുക്കവിടെ കാണാൻ കഴിയും.
ഇപ്പോൾ ഒന്നുമില്ലാത്തതാണ് ഇത്. അതിന് ഇവിടെ കൊടുത്തിട്ടുള്ള പലതരത്തിലുള്ള ഷെയ്ഡുകളും എഫക്റ്റുകളും ഒക്കെ ഉണ്ട്. നമുക്കത് മാറ്റി കൊടുക്കുന്നതിന് അനുസരിച്ച് അതിൽ വ്യത്യാസം വരുന്നുണ്ടായിരിക്കും. നിലവിൽ അതിനകത്ത് ഒന്നുമില്ല എന്നാണ് പറയുന്നത്, കാണുന്നത്. ഇനി ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിനെന്തെങ്കിലും മറ്റുള്ള കളേഴ്സ്, ഷെയ്ഡുകൾ ഒക്കെയാണ് നമ്മൾ നോക്കിയത്. ഇനി ഇതിന്ന് ബോൾഡ് ആക്കണമെങ്കിൽ സെലക്ട് ചെയ്യുക, ബോൾഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യുക. ബോൾഡിലാണ്, ഓൾറെഡി ബോൾഡിലാണ്. അതുപോലെ തന്നെ അലൈൻമെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് സെൻറ്ററിലാണ് ഇപ്പോൾ ഉള്ളത്, ലെഫ്റ്റിലാണ് ഇപ്പോൾ സെൻറ്ററായി, ലെഫ്റ്റായി സെൻറ്ററായി, റൈറ്റായി ലെഫ്റ്റായി സെൻറ്ററായി. അങ്ങനെയാണ് ഇതിൻ്റെ അലൈൻമെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി എന്നുള്ളത് 100% ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഈ ട്രാൻസ്പെറൻസിയിൽ മാറ്റം വരുത്തുമ്പോൾ കണ്ടോ, അതിൻ്റെ ആ ക്രിസ്മസ് എന്നുള്ളതിൻ്റെ ട്രാൻസ്പെറൻസിയിലും ഡെപ്തിൽ മാറ്റം വരുത്തുമ്പോൾ അതിൻ്റെ ഡെപ്ത് മൊത്തത്തിൽ കമ്മിയാവുകയും കുറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ ടെക്സ്റ്റിൻ്റെ കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവും ഇതിലൂടെ നിങ്ങൾക്ക് എന്ന് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെയാണ് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. ടെക്സ്റ്റിൻ്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇവിടെ ഇതാ ഫോണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫോണ്ട് സൈസ് കാണിക്കുന്നുണ്ട്. 80.9 എന്നുള്ളത് ഇതിൻ്റെ സൈസാണ്. അതുപോലെ തന്നെ ടെക്സ്റ്റ് കളറാണ്. ഇത് ബോൾഡ് ആക്കാനും മറ്റേത് ഇറ്റാലിക്സ് ആക്കാനും മറ്റേത് ഇതിൻ്റെ ഇപ്പുറത്തുള്ളത് അലൈൻമെൻറ്റും ഒക്കെയാണ്. ഇതൊക്കെയാണ് ബേസിക്കലി ടെക്സ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഈ ടെക്സ്റ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അല്ല നമുക്കതിൽ മാറ്റങ്ങളൊന്നും തന്നെ വരുത്തേണ്ടത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ലോക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ പിന്നെ അതിൽ മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. നമുക്കിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇവിടെ ലോക്ക്, അൺലോക്ക് എന്നൊക്കെ ഉണ്ടാവും. ആ ലോക്ക് മാറ്റി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പിന്നീട് അതിൻ്റെ അൺലോക്ക്, ഇപ്പോൾ മാത്രമേ നമുക്കിത് നീക്കാനോ സെലക്ട് ചെയ്യാനോ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ പറ്റുള്ളൂ. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അങ്ങോട്ടും നീക്കാനും സെലക്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഇതാണ് ടെക്സ്റ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതുവരെയുള്ള ഭാഗങ്ങൾ ടെക്സ്റ്റ് എന്താണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ടെക്സ്റ്റിൽ മാറ്റം വരുത്തുന്നതിനെ കുറിച്ച് പറഞ്ഞു, ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ അടുത്ത് ഉള്ളതാണ് ഇതിൻ്റെ ഫോണ്ടുകൾ, എലമെൻറ്റുകൾ, അനിമേഷൻ തുടങ്ങിയ കാര്യങ്ങൾ. നമുക്കത് അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. തൽക്കാലം ഇവിടെ നിർത്താം. താങ്ക് യു.